CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളത്ത് തട്ടുകട തല്ലി തകർത്തതായി പരാതി. തെക്കേപ്പുറം AKJ റോഡിൽ താമസിക്കുന്ന പനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലി തകർത്തത്. ട്രെയിനിൽ യാത്രക്കാരിൽ നിന്ന് 25 ലക്ഷം കവർന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തൃശൂർ അന്തിക്കാട് അരിമ്പൂർ സ്വദേശി 39 വയസ്സുള്ള നിതീഷാണ് അറസ്റ്റിലായത്. എരുമപ്പെട്ടി മങ്ങാട് മെഡിക്കൽ കോളേജ് റോഡിൽ ബൈക്കിന് മുന്നിൽ നായചാടി ബൈക്കിൽ നിന്ന് വീണ യുവാവിന് പരിക്കേറ്റു. കടങ്ങോട് തേജസ് നിലയം വീട്ടിൽ യുഗദേവിനാണ് പരിക്കേറ്റത്. കടങ്ങോട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ CPIM ചെറുമനങ്ങാട് വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ രാമപുരം തച്ചമ്പറമ്പ് റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളിയ നിലയിൽ. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കുന്നംകുളത്ത് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി കാൽനട ജാഥ നടത്തി. പാലയൂരിൽ ഓട്ടോറിക്ഷകൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി മേഖലയിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചുമാറ്റി. കുന്നംകുളം നഗരസഭ ഏകലവ്യൻ സ്മാരക ലൈബ്രറിയിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പൂവത്തൂരിൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ തുറന്നു. DCC നിർദ്ദേശപ്രകാരം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് കടവലൂർ മണ്ഡലം ഭാരവാഹികളും വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരും സ്ഥാനമേറ്റു. കുന്നംകുളം ചെമ്മണ്ണൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലിങ്ങൽ വീട്ടിൽ 29 വയസ്സുള്ള വിവേകിനെയാണ് തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ വീട്ടിലെ മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. LSS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പുന്നയൂർകുളം GMLP സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന അദീനയെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് അധ്യാപക പരിശീലന കേന്ദ്രം പ്രിൻസിപ്പളും ആത്മീയ സാമൂഹ്യ പ്രവർത്തകനുമായ CP ബാബു മാസ്റ്ററെ കൂനമുച്ചി സത്സംഗ് ആദരിച്ചു. ജൂലൈ 9 നടക്കുന്ന ഐക്യ ട്രേഡ് യൂണിയൻ അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം കണ്ടാണശ്ശേരി പഞ്ചായത്ത് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ 2025-26 വർഷത്തെ വാർഷിക പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK അബി ഉദ്ഘാടനം ചെയ്തു. ബയോസയൻസ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സെറിൻ സക്കറിയയെ കാട്ടകമ്പാൽ ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. SFI വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.